കേരളത്തിനകത്തെ വിവിധ കളക്ടറേറ്റിലേക്ക് പെൻഷൻ പ്രായം ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ യുവജന സംഘടന നടത്തിയ മാർച്ച് പോലീസ് അതിഭീകരമായി മർദ്ദിച്ചതിൽ LDFന്റെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ജില്ലാ സെക്രട്ടറി K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏകീകരണം ഉണ്ടാക്കിയിരുന്നു. അത് 56 വയസ്സ് പിരിയുന്നതിന് വേണ്ടിയിട്ടല്ല, അത് കുറേ കൂടെ ധനകാര്യമായിട്ടുള്ള ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ടും ഒരു ക്രമീകരണത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ഫലമായിട്ട് ചില ജീവനക്കാർക്ക് ചെറിയ മാസങ്ങൾ കൂടുതൽ കിട്ടും, ചില ജീവനക്കാർക്ക് അതിൻ്റെ ആ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ടാവും. അത് പൊതുവായിട്ട് സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന് നേരെ അത് പൂർണ്ണമായിട്ടും ആ പെൻഷൻ പ്രായം ഏകീകരണം പൂർണ്ണമായിട്ടും നിർത്തലാക്കപ്പെട്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് കേരളത്തിലെ ഗവൺമെൻറ് പെൻഷൻ പ്രായം പൊതുവായിട്ട് 56 വർദ്ധിപ്പിച്ചത്. ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും അനുകൂലമായിട്ട് അതിന് ഓശാനപടി പോവുക എന്നുള്ളതല്ല നമ്മുടെ നാട്ടിൻ്റെ ഒരു പൊതു അവസ്ഥ. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ആ നിയമസഭാ സമ്മേളനം നടക്കുന്ന ആ ദിവസം തന്നെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ അതിനുശേഷവും തുടർന്നിങ്ങോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെടുന്ന യുവജന സംഘടനകൾ സംയുക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ആ സമരങ്ങളോടെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ പ്രതികാരപരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള സമീപനം തന്നെയാണ്. ഇവിടെ പ്രതിഷേധിക്കുന്നവരായ ആളുകൾ മാത്രമല്ല, പ്രതിഷേധിക്കുന്നവരായ ആളുകളുടെ പടമെടുക്കുന്ന അല്ലെങ്കിൽ അത് വീഡിയോയിൽ ചിത്രീകരിക്കുന്ന ചാനലുകളുടെ ക്യാമറാമാൻമാരെയും അതുപോലെ പത്രലേഖകരെയും എല്ലാം തന്നെ ഇന്നലെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന സ്ഥിതി സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തുണ്ടായി. അപ്പോൾ പത്രപ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളും ഇതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിച്ചിരിക്കുകയാണ്. 3.5-4 ലക്ഷത്തോളം രൂപ വില വരുന്ന ക്യാമറകളാണ് പോലീസ് തല്ലിച്ചതച്ചത്. നിരവധി ആളുകൾക്ക് ഇന്നലത്തെ ആ മർദ്ദനത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ പരിക്കേൽക്കപ്പെടുന്ന സ്ഥിതിയില്ല. പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഒരു സംഘടനയല്ല, പൊതുവായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഒരു സംഭവം അത് പുറം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ UDFന്റെ ഭരണകാലം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. AK കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും M. അസ്നർ അധ്യക്ഷതയും വഹിച്ചു. PK രതീഷ്, C. സുരേഷ്, മണി, PV വേണു, K. ജാനു എന്നിവർ പങ്കെടുത്തു.